ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1293 ദിവസം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 6ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായി 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗത്ത് നമ്മുടെ കർത്താവ് യേശുതമ്പുരാൻ 7 അപ്പവും കുറെ ചെറുമീനും എടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു. ശിഷ്യന്മാർ അത് പുരുഷാരത്തിന് വിളമ്പുന്നു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ചവ പിന്നെയും ശേഖരിച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. യേശുവിന്റെ അടുക്കൽ എത്തിയ എല്ലാവരും തിന്ന് തൃപ്തരായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൃപ്തരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെയും ചിന്തിക്കുന്നത് കുറച്ചുകൂടി സമ്പാദിച്ചാൽ തൃപ്തി ഉണ്ടാകും, കുറച്ചുകൂടെ നല്ല ജോലി ലഭിച്ചാൽ അല്ലെങ്കിൽ നല്ല ശമ്പളം ലഭിച്ചാൽ നമുക്ക് തൃപ്തി ഉണ്ടാകും, നല്ലൊരു വീട് പണിതാൽ നമുക്ക് അവിടെ തൃപ്തിയോടെ ജീവിക്കാം എന്നൊക്കെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യം ഇതാണ്. പലർക്കും എല്ലാം ഉണ്ട്, എന്നാൽ തൃപ്തിയില്ല. യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാവരും തൃപ്തരായി മടങ്ങിയത് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം. യേശുവിന്റെ അടുക്കൽ വരുന്നവന് പരിപൂർണമായ തൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ അടുക്കൽ വന്ന ജനക്കൂട്ടം അനുഭവിച്ചത് അപ്പം മാത്രമല്ല, യേശുവിന്റെ കരുണയും കരുതലുമാണ്. യേശുവിന്റെ കരുണ ചിലർക്ക് മാത്രമായിട്ടുള്ളതല്ല. ആരെല്ലാം യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ടോ അവർക്കെല്ലാം യേശു തമ്പുരാൻ പരിപൂർണമായ തൃപ്തി നൽകുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം തികയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും 100% ഓക്കെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം സാഹചര്യമല്ല തൃപ്തി നൽകുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന ജനങ്ങൾക്ക് ലഭിച്ചതായ സാഹചര്യം തൃപ്തിയുടെ സാഹചര്യമായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അവർക്ക് തൃപ്തി നൽകുന്ന സാഹചര്യമായിട്ട് മാറി. പ്രിയമുള്ളവരെ, യേശു കൂടെയുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് തീരുമാനമെടുക്കാം, ഈ ലോകം തരുന്ന അപ്പം വേണമോ, ക്രിസ്തു തരുന്ന നിത്യജീവന്റെ അപ്പം വേണമോ എന്ന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.